ഹരി ഓം. എല്ലാവർക്കും വൃക്ഷമഹാത്മ്യം എന്ന ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം. വൃക്ഷമഹാത്മ്യത്തിൽ ഇന്ന് നമ്മൾ കൂവളം എന്ന മഹാവൃക്ഷത്തെക്കുറിച്ചാണ് കേൾക്കുന്നത്, പരിചയപ്പെടുന്നത്. കൂവളത്തെക്കുറിച്ച് പറയുമ്പോൾ ആയുർവേദപരമായിട്ടും വിശ്വാസപരമായിട്ടും ഏറെ പ്രസിദ്ധി ആർജിച്ച ഒരു വൃക്ഷമാണ് കൂവളം എന്ന് പറയുന്നത്. വില്ലവത്തം എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന ഈ വൃക്ഷത്തിൻ്റെ 5 അംഗങ്ങളും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ മഹത്തായ ഒരു സ്ഥാനമാണ് വില്ലവത്തത്തിനുള്ളത്. അതുപോലെ തന്നെ വില്ലവത്തത്തിൻ്റെ വിഷഹരമായിരിക്കുന്ന സ്വഭാവത്തെക്കുറിച്ചും നമുക്ക് പറയാതെ തന്നെ അറിയാവുന്നതാണ്. ഇത്തരം വിശേഷങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ കൂവളം വിശ്വാസപരമായി നോക്കിക്കഴിഞ്ഞാൽ ശിവപൂജയ്ക്കും ശിവപ്രീതികരമായിരിക്കുന്ന അർച്ചനാദി കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്. എന്തിനേറെ പറയുന്നു, കൂവളത്തിൻ്റെ പേരിൽ വില്ലുവസ്ത്രാഷ്ടകം എന്ന് പറയുന്ന വില്ലുവാഷ്ടകം എന്ന് പറയുന്ന ഒരു ശ്ലോകം തന്നെയുണ്ട് നമുക്ക്. ഈ കൂവളത്തിന് ഇത്രമാത്രം പ്രാധാന്യം വരാൻ കാരണം എന്താണ്? വിശ്വാസപ്രകാരം ശിവപ്രീതികരമാണെന്ന് പറഞ്ഞു, ശിവ സാന്നിധ്യം കൂടിയിരിക്കുന്നതാണെന്ന് പറഞ്ഞു. എല്ലാം നമുക്ക് പൊതുവെ അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഈ കൂവളം എന്തുകൊണ്ടാണ് ശിവൻ ഇത്ര പ്രിയങ്കരമായി തീർന്നത് എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഒരിക്കൽ മഹാവിഷ്ണു തൻ്റെ സഹധർമ്മിണിയായ ലക്ഷ്മി ദേവിയുമൊത്ത് വൈകുണ്ഠത്തിൽ ഇരിക്കുന്ന സമയം ആ പാലാഴിനാഥൻ്റെ പാദസേവ ചെയ്യുന്ന സമയത്ത് ദേവി ഒരിക്കൽ വിഷ്ണു സാക്ഷാത് മഹാവിഷ്ണുവിനോട് ചോദിക്കുകയാണ്, അങ്ങയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ അങ്ങയുടെ ഹൃദയം കൈയടക്കിയിരിക്കുന്നത് ഞാനല്ലേ എന്ന്. ഒരിക്കൽ അങ്ങനെ ചോദിച്ച സമയത്ത് ഭഗവാൻ പറഞ്ഞു, ദേവിക്ക് എന്താണ് തോന്നുന്നത്? എൻ്റെ ഹൃദയം ദേവിക്ക് മാത്രമായിട്ടുള്ളതാണെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. എല്ലാ ഭക്തന്മാരും ഹൃദയത്തിലാണ്, ഭക്തന്മാരുടെ ഹൃദയത്തിൽ അല്ല, അങ്ങയുടെ ഹൃദയം ഭക്തന്മാരിലാണ് എന്ന് പറയുന്ന സമയത്ത് ഭഗവാൻ പറയുന്നുണ്ട്, അല്ല ദേവി, ഭക്തന്മാരുടെ ഹൃദയത്തിലാണ് ഞാനുള്ളത്.
എൻ്റെ ഹൃദയത്തിലല്ല ഭക്തനുള്ളത്. ഭക്തന്മാരുടെ ഹൃദയത്തിൽ ഞാനും എൻ്റെ ശിവന്റെ ഹൃദയത്തിൽ ഞാനും വസിക്കുന്നു. വിഷ്ണോർ ഹൃദയസ്യ ശിവ, ശിവ ഹൃദയസ്യ വിഷ്ണു എന്ന പ്രശസ്തമായ വാക്യം ഇവിടെ അന്വർത്ഥമാവുകയാണ്. തെറ്റുണ്ടൊക്കെ ക്ഷമിക്കണം അറിവുള്ളവര്. അപ്പോ ഹൃദയത്തില് അങ്ങനെയെങ്കിൽ അങ്ങയുടെ ഹൃദയം മഹാദേവന്റെ അടുക്കൽ ആണോ എന്ന് ചോദിച്ചു. ഒരു സദവയുള്ള കുസൃതിയായിട്ടിരിക്കുന്ന ആ ചിരിയോടുകൂടി ഭഗവാൻ അവിടെ വിരാജിച്ചു. ഇത് ദേവിക്ക് ഇഷ്ടപ്പെട്ടില്ല. ദേവി പറഞ്ഞു, അങ്ങയുടെ ഹൃദയം മഹാദേവനിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. കാരണം അങ്ങേ 24 മണിക്കൂറും ഞാനാണ് സേവിക്കുന്നത്. അങ്ങയുടെ ധർമ്മപത്നിയാണ് ഞാൻ. എനിക്ക് അവകാശപ്പെട്ടതാണ്. അത് ഞാൻ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇവിടെ ഒരു ലീല ആരംഭിക്കുകയാണ് ഭഗവാന്റെ. അങ്ങനെ വിഷ്ണു ഹൃദയത്തിനായിക്കൊണ്ട് ശിവന്റെ പ്രസാദിപ്പിച്ച് അത് വാങ്ങിക്കാൻ ദേവി തീരുമാനിക്കുകയാണ്. ശിവപൂജ നിത്യം മുടങ്ങാതെ ചെയ്തിട്ടും ദേവൻ പ്രത്യക്ഷപ്പെട്ടില്ല. അവസാനം തപസ്സിലേക്ക് ദേവി കടന്നു. അന്നപാനാദികൾ ഉപേക്ഷിച്ചു. അവസാനം അതിലും ശിവൻ പ്രത്യക്ഷപ്പെട്ടില്ല. പിന്നീട് അമ്മ യാഗങ്ങളിലേക്ക് കടന്നു. ശിവപ്രീതികരമായിരിക്കുന്ന യാഗങ്ങളിലേക്ക് കടന്നു. സകല ഹോമദ്രവ്യങ്ങളും സമർപ്പിച്ചിട്ടും ശിവൻ പ്രത്യക്ഷപ്പെട്ടില്ല. തുടർന്ന് തൻ്റെ സുന്ദരമായിരിക്കുന്ന ഓരോ അംഗങ്ങളും വെട്ടി ഹോമിക്കാൻ തുടങ്ങിയമ്മ. ആ വെട്ടിയെടുത്ത അംഗങ്ങൾ അതിന് ഹോമിച്ച സമയത്ത് ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, ദേവിയുടെ തപസ്സിന്റെ ശക്തി എനിക്ക് മനസ്സിലായി. ദേവിയുടെ തപസ്സിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. ദേവി വെട്ടിയിട്ട അല്ലെങ്കിൽ ദേവി ഹോമിക്കപ്പെട്ട ദേവിയുടെ അംഗങ്ങൾ ഒരിക്കലും വൃഥാവിലാകില്ല. അത് വില്ലുപത്രം എന്നിരിക്കുന്ന മഹാവൃക്ഷമായിട്ട് ഉടലെടുക്കും.
അങ്ങനെ കൂവളം എന്ന് പറയുന്ന മഹാവൃക്ഷത്തിൻ്റെ ജനനം അവിടെയാണ് സംഭവിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ സാക്ഷാൽ ലക്ഷ്മിയുടെ അംഗങ്ങളാണ് കൂവളം എന്ന് പറയുന്നത്. ലക്ഷ്മി ദേവിയുടെ ത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ തപോനിഷ്ഠയുടെ അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു പ്രതീകമാണ് കൂവളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തൻ്റെ പതിക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഭർത്താവിനോടുള്ള ആ ഒരു സ്നേഹവും വിശ്വാസത്തിൻ്റെയും പ്രതീകമായി കൊണ്ട് ശിവനിൽ നിന്ന് പോലും തൻ്റെ ഭർതൃഹൃദയത്തെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച ആ അമ്മയുടെ ത്യാഗത്തിൻ്റെ ഫലമാണ് കൂവളം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശിവന് ഏറെ പ്രിയപ്പെട്ടതായി തീർന്നത്. ശിവൻ അനുഗ്രഹിക്കുകയാണ്, ഇതിൻ്റെ ഇരകൾ കൊണ്ട് എന്നെ അർച്ചന ചെയ്യുകയും പൂജിക്കുകയൊക്കെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണോ അവരുടെ സകല പാപങ്ങളും ഇല്ലായ്മയായിപ്പെടും, സകല പാപങ്ങളും നശിക്കും, മുക്തി പ്രദാനം ചെയ്യും. അങ്ങനെ എല്ലാ തരത്തിലുള്ള സർവ സൗഭാഗ്യങ്ങളും ലക്ഷ്മി പൂജ നടത്തുന്നതിന് സമമായി കൊണ്ട് എന്നെ ഈ വില്ലുപത്രം കൊണ്ട് അർച്ചിച്ചു കഴിഞ്ഞാൽ സകല സൗഭാഗ്യത്തെയും ഞാൻ നൽകുമെന്നും പറഞ്ഞ് വിഷ്ണുവിൻ്റെ ഹൃദയത്തെ തിരിച്ച് അമ്മയ്ക്ക് നൽകുന്നു എന്നുള്ള ഒരു കഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു ലീല അവിടെ സംഭവിക്കുകയാണ്. അപ്പോൾ കൂവളത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട്. കൂവളം ഒരു വീട്ടിൽ നിന്ന് നമ്മൾ കാണാം, ക്ഷേത്രങ്ങളിലൊക്കെ കൂവളത്ത് മാല വില്ലപത്രം കൊണ്ട്, അതായത് കൂവളത്തിൻ്റെ ഇല കൊണ്ട് അർച്ചന ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് ശിവപ്രീതികരം. അപ്പം അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ട്. എന്തുകൊണ്ടാണ് ശിവനത് പ്രീതികരമാകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ വിഷ്ണുവിനോടുള്ള ഭക്തിയോടുള്ള അമ്മയുടെ അർപ്പണബോധത്തിൻ്റെ ത്യാഗത്തിൻ്റെ ഫലമായതുകൊണ്ടാണ് ശിവൻ അതിൽ പ്രീതിപ്പെടുന്നത്. കാരണം ശിവൻ ത്യാഗരാജനാണ്. മഹാവൈരാഗ്യാണ്. ലക്ഷ്മി പോലും ബാധിക്കാത്തത്, വിഷ്ണുവിൻ്റെ മായയെ ബാധിക്കാത്തത് ശിവനിലാണെന്നാണ് പറയുക. ലീലകളും മായാബന്ധനവും രണ്ടാണെന്നാണ്. ആ മായാബന്ധം മുറിയണമെങ്കിൽ വില്ലപത്രം കൊണ്ട് ശിവനെ അർച്ചിക്കുക എന്നുള്ളതാണ് ഒരു മാർഗമായിട്ട് കൂവളത്തിൻ്റെ മാഹാത്മ്യം പറയുമ്പോൾ പറയുക. കൂവളത്തിൻ്റെ മാഹാത്മ്യം പറയുന്ന സമയത്ത് പറയുന്നതാണ് അങ്ങനെ ഒരു ഇത്. അതുപോലെ ഔഷധ ഗുണങ്ങളും വിഷഹരവുമായിരിക്കുന്ന
ഗുണങ്ങളോടുകൂടിയ ഈ കൂവളം ചില നക്ഷത്ര ദിവസങ്ങളിൽ ചില നക്ഷത്രത്തിൽ ജനിച്ചവരെ അരച്ച് ഉരുട്ടി ഇത്ത പൗർണമി എന്നുള്ള വിധിയോടുകൂടി അത് രഹസ്യമായതാണ്. അങ്ങനെ രഹസ്യമായിട്ട് വെക്കേണ്ടത് കൊണ്ടാണ് അങ്ങനെയുള്ളത് പറയുന്നത്. അമൃതതുല്യമായി മാറും എന്നുള്ളതും ഇവരുടെ അതിനെ പാകപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ അത് അമൃതതുല്യമായി മാറുമെന്നും ഘോരമായ വയറ് സംബന്ധമായ അസുഖങ്ങൾക്കും വിഷസംബന്ധമായ അസുഖങ്ങൾക്കും കൈവിഷാദി ദോഷങ്ങൾക്കും പരിഹാരമാണെന്ന് പറയുന്നുണ്ട്. എന്തുവന്നാലും വൃക്ഷമാഹാത്മ്യത്തിൻ്റെ വിഭാഗത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കൂവളം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കൂവളത്തെ അതിനെ പരിപാലിച്ച് പോഷിപ്പിച്ചു കൊണ്ടുവരിക, ദർശനം കൊണ്ട് സകല പാപങ്ങളും, ദർശനം കൊണ്ട് പുണ്യത്തെയും സ്പർശനം പുണ്യത്തെ നൽകുകയും, ദർശനം കൊണ്ട് പുണ്യത്തെ നൽകുകയും സ്പർശനം കൊണ്ട് സർവ പാപവിനാശവും നൽകുകയും ചെയ്യുന്ന ഒരു വൃക്ഷമായിട്ടാണ് പറയുന്നത് കൂവളത്തെ. അതിനെ അതിൻ്റെതായ രീതിയിൽ പരിപാലിക്കുകയും പ്രകൃതിയുടെ സംരക്ഷണത്തിന് വൃക്ഷങ്ങൾ തരുന്ന മാഹാത്മ്യത്തെ നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല എന്നുള്ളത് കൊണ്ടും അധികം നമ്മൾ ഇത് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഏതായാലും ഏതൊരു വിശ്വാസവും സംരക്ഷണത്തിന് ഭാഗമാകുമെങ്കിൽ ഈ വിശ്വാസം ഒരു വൃക്ഷത്തെ സംരക്ഷിക്കുമെങ്കിൽ ആ വൃക്ഷം പ്രകൃതിയുടെ സന്തുലനാവസ്ഥയെ നിലനിർത്തുമെങ്കിൽ ആ വിശ്വാസത്തെയും അതിനായി ആരാധിച്ചു വരുന്ന ആ ഒരു സമൂഹത്തെയും നമുക്ക് ഇവിടെ നിലനിർത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. ഹരി ഓം. അരുണാചലശി.